എന്റെ അമ്മേ. ജോസൂട്ടിയാണെ പട്ടി ഇത്ര കുറയ്ക്കത്തില്ലല്ലോ. എന്റെ ഈശോയെ, ഇനി കള്ളന്മാര് വല്ലോ ആണോ? എന്താണ് പറയേ? എവിടെ? സൂക്ഷിക്കണം, കള്ളനാണെങ്കിൽ കൈ മാരകാര്യങ്ങൾ കാണും. മാറിക്കട. कोई लौटा है? बाहर से आवाज सुना था. ദേഹത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ല. എന്താ എല്ലാരും കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനി പ്രോബ്ലം? അല്ല, പട്ടി വല്ലാതെ. ഓ, നായക്ക് ആളെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ കുര. 2 ദിവസം കഴിയുമ്പോൾ അവനും യൂസ്ഡ് ആയിക്കോളും. ആദ്യകാലത്ത് മുംബൈയിലെ ജൂഹു ബീച്ചിലും ഇതുപോലെ നായശല്യം ഉണ്ടായിരുന്നു. അതായത് 80s ലാസ്റ്റിൽ. അതുപോലത്തെ തല്ലിപ്പൊളി സാധനങ്ങളൊന്നുമില്ല. വലിയ വലിയ പട്ടികൾ, കാർണിവോറിയൻസ്, ബുൾഡോഗ്സ്, ഓരോന്നിനും ഇത്ര വലിപ്പം വരും. കിട്ടിയാ തിന്നുകൾ. അയ്യേ, അപ്പൊ ബോംബെയിലൊക്കെ ആളുകൾ പട്ടിയെ തിന്നുവാ? കപ്പിയാർ ദേവസ്യല്ലേ? അതൊക്കെ മനസ്സിലായി. ഈ നാട്ടിൽ ഒരേ ഒരു വിട്ടിയേ ഉള്ളൂ എന്നുള്ള വിവരം എനിക്ക് നേരത്തെ അറിയാം. പട്ടിയെ തിന്ന മനുഷ്യരുടെ കാര്യമല്ല പറഞ്ഞു, മനുഷ്യനെ തിന്നാൻ മാത്രം പോകുന്ന പട്ടികളുടെ കാര്യമാണ്. നിങ്ങളല്ലേ ഇന്നലെ? അല്ല, ഞാൻ ഇന്നലെ അല്ല, ഞാൻ ഫാന്റം പൈലി. ഇപ്പോ മുംബൈ ഈരാറ്റുപെട്ട മാങ്കോയ്ക്കൽ അവറാച്ചന്റെ മൂത്ത മകൻ. എന്റെ അപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ വഴിയില്ല. കാരണം എന്റെ അപ്പന്റെ ഒരു ചുക്കുമായിരുന്നില്ല, മരിച്ചുപോയി. പക്ഷേ ഫാന്റം പൈലി എന്ന് പറഞ്ഞാൽ മുംബൈയിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ എല്ലാവരെയും എനിക്കറിയാം. പിള്ളച്ചേട്ടൻ, സതി, ഹേമ, കെന്നഡി, ദേവസ്യയുടെ ഭാര്യ മറിയ. ഇവിടത്തെ ജോസൂട്ടി എന്റെ അനിയനാണ്. അപ്പൊ ജോസൂട്ടിയുടെ ചേട്ടനാണല്ലേ? അല്ല, ജോസൂട്ടി എന്റെ അനിയനാണ്. മനസ്സിലായല്ലോ? അല്ല, പക്ഷെ ജോസൂട്ടി ഇവിടെ ഇല്ല. അറിയാം. ഇന്നലെ വന്നപ്പോ എല്ലാവരും ഉറക്കുമായിരുന്നു. നമ്പർ ലോക്ക് ആയതുകൊണ്ട് ചെറിയ നമ്പർ ഞാൻ അതങ്ങ് തുറന്നു. ചെറുതായിട്ടൊന്നും വരണു അല്ലേ? എന്നായിരുന്നു പണി? സർക്കസിലാണോ? അയ്യോ, സർക്കസുകാർക്കൊന്നും എന്നെ മുതലാകത്തില്ല. ഐ എം വെരി കോസ്റ്റ്ലി. ഞാനൊരു നടനാണ്. ഐ എം ആൻ ആക്ടർ, ഹിന്ദി ഫിലിം ആക്ടർ. ഹിന്ദി നടനോ? ഈ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുന്നത് പോലെ? ഇത് അതുപോലത്തെ നടനമല്ല. ഒരു കണക്കിന് അമിതാഭ്ജയേക്കാൾ കേമനാണ് പൈലി. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത പലതും ഫാന്റം പൈലിക്ക് ചെയ്യാൻ പറ്റും. യെസ്, ഐ എം എ സ്റ്റണ്ട് ആക്ടർ. സ്റ്റണ്ട് ആക്ടർ എന്ന് പറയുമ്പോ ഈ മടിക്കണ്ട, പറഞ്ഞോളൂ. അത് തന്നെ, ഡ്യൂപ്പ്, പകരക്കാരൻ. ബോളിവുഡിലെ പിത്തക്കാടികളായ അമുൽ ബേബികൾക്ക് വേണ്ടി പലതും ചെയ്യുന്ന ഞാനാ. അപ്പൊ അകത്തൊറ്റയ്ക്ക് കാട്ടാകുസ്തിയായിരുന്നല്ലേ? ഏയ്, അത് വെറും ചോട്ടാ വാമിംഗ് അപ്പ്. ചെറിയൊരു ആക്സിഡന്റ് പറ്റി, അസ്ഥി ഒന്ന് പൊട്ടി. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, ജോസൂട്ടി വരുന്നത് വരെ നമുക്ക് നല്ല അയൽക്കാരായിട്ട് കഴിയാം. ആരെങ്കിലും വിട്ട് ബദാം ഉണ്ടോ? ബദാം ആൽമദ. ഓക്കെ, വേണ്ട. ചെറുപേരുണ്ടോ? നല്ല ചെറുപേര്, കരടില്ലാത്തത്. 2 സ്പൂൺ ചെറുപേരെടുത്ത് കുടിച്ച് കാപ്പി ഇട്ടുകൊണ്ട്. ചെറുപേര് ബദാമിന് പറ്റിയ ഡൂപ്പാണ്. പെട്ടെന്ന് വേണം. അപ്പൊ ഞാൻ കുളിക്കാം. വാ മകളെ. ഇവനെ വെച്ചൊരു കളി കളിക്കാം. എന്ത് കളി? പോടാ. ഒന്ന് വേഗം ആട്ടണേ. പറയ കൊച്ചേ, നീ ഒന്ന് അറിഞ്ഞു പിടിച്ച പെണ്ണേ. അവിടെ വായന തീരാതെ. പിന്നെ ഉയർപ്പല്ലേ കഴിഞ്ഞോളൂ. ഇനി സ്വർഗാരോഹണം കിടക്കുന്നു. തീറ്റ കുശുമ്പത്ത് ദൈവദോഷം പറയാതെ കുരുത്തം കെട്ടവളെ. ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ല, ഒരു ബന്ധുബലത്തിനാ. ആ ഗാന്ധിപ്പിള്ളി അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇവനെ പോലൊരു തടിമാറിന്റെ സഹായം ആവശ്യമാടി. മനസ്സിലായ? നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുകയെന്ന് കരുതിയാ മതി. നല്ല പട്ടികൾ ഇതുപോലത്തെ കൂടിയ ഇനമേ തിന്നും. തനിക്ക് തിന്നാ തവിടില്ലാത്തവൻ പന്നിയെ വളർത്തരുതെന്ന പ്രമാണം. എടാ, നമ്മള് തവിടാണ് പിണ്ണാക്കാണാ തിന്നണെന്ന് ആ പന്നി എങ്ങനെ അറിയാനാണ്? ആയിരത്തോളം മതി, എടുത്തോ. നീ ആ മറപ്പരെ പോയി ഇത്തിരി തുള്ളിനീല എടുത്തോണ്ടോന്നടാ. അതിനാണ് നീലം. നീ തുണി അലക്കാൻ പോണ? അല്ലെന്നേ, അയാൾക്കുള്ള കോഴിക്കറി ചേർക്കാനാ. നീലം ചേർത്താ പിന്നെ കണ്ടമാനം തിന്നുകയല്ല, എളുപ്പം അങ്ങ് മട്ടും. അയ്യോടിയേ, നിങ്ങൾ പേടിക്കാതിന്റെ മനുഷ്യന് രുചി വ്യത്യാസം തോന്നുകയല്ലെന്ന്.
എന്റെ കർത്താവെ, നീലം തിന്നവന്റെ വയറിളകി ഈ പാതിരാത്രി നിന്റെ അപ്പം വന്ന് കോരുവാ. ദേ. ചേർത്തൊക്കെ മതി, വേഗം വിളമ്പ്. ആ, ആണ്ടെ പൈലി വെച്ചന്റെ പ്രാർത്ഥന തീരാറായി. പൈലി ബച്ചനല്ലപ്പാ, ആ. ഫാന്റം പൈലി. ആ, അതെനിക്കറിയാം. ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചേരടേ. ആളൊരു പൊങ്കനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കല്ലേ, സുഖിച്ചോളും. അല്ലപ്പച്ചാ, ഈ ഫാന്റും സ്പൈഡർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. എടാ, സ്പൈഡർമാൻ ജഡ്ഡി അകത്തിടും, ആ. ഫാന്റെ പുറത്തിടും. അപ്പൊ മുണ്ടെടുക്കല്ലേ? ഛേയ്. അയ്യേ. വേഗം എടുത്തു. എന്താണ് മറിയപ്പങ്ങളെ മുഖത്തൊരു വൈക്ലഭ്യം? ചെറുതെന്ന് നോക്കട്ടെ. ശോ, എനിക്കിപ്പോ വേണ്ടായേ. പണികൾ എമ്പടി തീരാൻ കിടക്കുമല്ലയോ? അതിന്റെ അടിയിൽ ശകേലങ്ങ് വെച്ചേര്. എന്റെ പൊന്ന് പൈലി വെച്ചാ ചതിക്കരുത്. ഒരെണ്ണം കഴിച്ചത് നേരാണ്, പിന്നെ ഈ മിറ്റം നിറയെ വാള. ഈ മഞ്ഞത്ത് എന്നെ കൊണ്ടത് കോരാൻ മേലേ. ഒരെണ്ണത്തെ വാള് വെക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ തള്ള ആനമർദ്ദായ. ദേ, അത് മേരിക്കണ മുഴുവൻ കഴിച്ചേച്ചി മറിയപ്പെണ്ണ് ഇതിലെ വയറ് പോലെ നടക്കും. അറിയാവാ? എന്താ കാണണോ? വേണ്ടേ, നീ നടക്കുവല്ല, നീ പറക്കൂന്ന് വരെ എനിക്കറിയാം. പക്ഷെ അത് ഇപ്പൊ തന്നെ പൈലി വെച്ചനെ കാണിക്കണോടി. യോ, ഇതെന്നതാ ഒന്നും കഴിക്കാത്തെ? കറികളൊന്നും പിടിച്ചില്ലായിരിക്കില്ലയോ? മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ. അയ്യോ, ചങ്കി പിടിച്ച വെള്ളം കുടി. അല്ല, മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ എന്ന് എന്ന് വെച്ചാൽ മനസ്സ് നല്ലതാണെങ്കിൽ ഏത് തോട്ടുവെള്ളവും ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്ന് അർത്ഥം. ആരുടെ മനസ്സ് നല്ലതാണെങ്കിൽ? ഒഴിക്കുന്നവന്റെയും കഴിക്കുന്നവന്റെയും. ഞങ്ങള് നല്ല ഒന്നാന്തരമായിട്ട് മൺ ചക്ക ഗംഗയാക്കി തന്നെയാണ് തന്നത്. അതെ അതെ. അതെ, അത്യാവശ്യം ഹിന്ദിയൊക്കെ എനിക്കും അറിയാം. സത്യാരും പറഞ്ഞ ഹിന്ദിയല്ല, ലിപിയില്ലാത്ത ഏതോ മറുഭാഷയാണ്. മതിയാക്കിയോ? ഇതൊന്നും കഴിച്ചില്ലല്ലോ. എന്റെ പൊന്നു മറിയപ്പങ്ങളെ, മതിയേ. എല്ലാം കൂടെ ഒറ്റയടിക്ക് കഴിച്ചാ പിന്നെ നാളെ എന്നായി? ആ കപ്പയാരോട്ടുള്ള കൂട്ടത്ര നല്ലതിനല്ലേ പറഞ്ഞേക്കാം. എന്ത് കൂട്ട്? അയാള് ചുമ്മാ തന്നാന്ന് കരുതി കിട്ടിയതൊക്കെ വലിച്ചവര് തിന്നണോ? ആഹാ, അത് ശരി. അപ്പൊ കുടിയുണ്ടല്ലേ? ജോസൂട്ടിക്ക് ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും ഇല്ലാത്തതേ ഭാഗ്യം. ആരുടെ ഭാഗ്യം? അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഭാഗ്യം. അതിന് നിനക്കെന്ത് കാര്യം? കട്ടിപ്പൂടിടാ കണ്ണാല കണ്ടപടി കട്ടിപ്പൂടിടാ. ലൈക്ക് ആ 1 ആ 4 ആ 3 ആ എന്താ കൊറേ നേരമായല്ലോ താൻ മര്യാദക്ക് ഇരിക്കേട്ടോ. എന്തോ കൊറേ നേരം ഇവര് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ഇല്ല, അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കാ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നാറി. സിനിമ കാണാൻ വന്നേ കണ്ടേ ചെണിച്ചു പോടാ. പിന്നെ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാ ഏട്ടാ ഇതിന്റെ അകത്ത് കയറിയത്. ഓ, നീ പറഞ്ഞ പോലെ ഒരെണ്ണം ഞാനും മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ തുളയെന്ന് കയറി തരുന്നതേ സിനിമ കാണാനുള്ള ടിക്കറ്റാ, അല്ല അതിനകത്തിരിക്കുന്ന പെമ്പിളരെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. താൻ തന്നെ കാര്യം നോക്കണോ? അതേടാ, ഇത് എന്റെ കാര്യം കൂടിയാ. ഇരിക്കണോ അവിടെ? പോരെ. മനുഷ്യനെ മര്യാദയ്ക്ക് സിനിമ കാണാൻ സമ്മതിക്കലെന്ന് വെച്ചാൽ ഒരു മുഴുത്ത പടം. എന്നാലും പൈലി വെച്ച് നല്ല പണിയാ കാണിച്ചത്. ഒറ്റ ടിക്കറ്റിന് ധർമ്മേന്ദ്ര പടം ഷക്കീരയുടെ പടം ഒരുമിച്ച് കാണായിരുന്നു. അത് നശിപ്പിച്ചില്ലേ? അയ്യോടിയേ, നമ്മുടെ വണ്ടി എന്തേ? മോട്ടോർ സൈക്കിൾ എന്ത് നോക്കുവാടാ? പടം കഴിച്ചിട്ട് തരാം. ഞങ്ങളെ കുറച്ച് പേരോട് ഡ്രൈവിംഗ് പഠിച്ചിട്ടിരിക്കുക. ബോംബെ അധോലോകത്തെ കിടകിട വിറപ്പിച്ച ഫാന്റം പൈലിയുടെ തന്നെ വേണം ഇല്ലടാ നിനക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ. ഞാൻ വിടുകല. അപ്പോഴേ സാറേ, ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സാർ ആരാന്ന് സാറിന് അറിയാവോ സാറേ? വന്ന് കാണിച്ചാടാ. അങ്ങനെ ഒരു സാർ ആരാണെന്ന് എനിക്കും കൂടി അറിയണമല്ല. ചവിട്ടി അവന്റെ അടിനാവ് ഞാൻ കലക്കും. പൈലി വെച്ചപ്പാ ഞാനില്ലേ കൂടാ.
പ്രാഞ്ചി ആരെ ഇറച്ചി പ്രാഞ്ചി പരോളിൽ ഇറങ്ങിയതാ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഏയ്! ആശാൻ എപ്പോന്ന് ആശാനെ? ഞാൻ പോയ ഗ്യാപ്പില് നിനക്ക് പുതിയൊരു ആശാനെ കിട്ടിയെന്ന് കേട്ടല്ലോടാ. ആശാന ഇവനാ? എനിക്കൊരൊറ്റ ആശാനേ ഉള്ളൂ. അത് ദേ ഇരിക്കുന്ന പ്രാഞ്ചി ആശാന. അബദ്ധം പറ്റിപ്പോയി. ആശാന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞില്ല. ഇവൻ ഈ നാട്ടുകാരനല്ല, വരുത്തനാ. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം. എന്നെ നാട്ടിക്കരുത്. ഇപ്പൊ ആശാനൊന്ന് കണ്ണടച്ച ദേവസിക്ക് അതൊരു വെയിറ്റ് ആയിരിക്കും. പ്ലീസ് ദേ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. എടാ വർത്ത, ആ ദേവസ് പറഞ്ഞോണ്ട് തൽക്കാലം നീ ഇത് കൊണ്ടുപോക്കോ. ഓ പക്ഷേ എന്റെ പിള്ളേരെ നീ ഒന്ന് ഇക്കിളിയാക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. അവരുടെ മുമ്പില് 101 സ്റ്റൈല് മേത്ത വിട്ടിട്ട് മോട്ടോർ സൈക്കിൾ എടുത്തോ. ചോദിക്കുമ്പോ ഇനിയും തരണം. തേച്ചു വേണോ? ഞാൻ കുറച്ചിരുന്നേ കൊള്ളാമായിരുന്നു. കൈ ഒടിഞ്ഞിരിക്കുവാന്നേ, അതുകൊണ്ടാ. ആ എണ്ണം കുറയ്ക്കണം അല്ലേ? പറ.